Hi everyone, welcome back to Learning Planet. ലേണിംഗ് പ്ലാനറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇംഗ്ലീഷ് സംസാരിച്ച് തുടങ്ങുകയാണ്. കുറച്ച് ക്ലാസ്സുകളായിട്ട് നമ്മൾ പലതരത്തിലുള്ള സെൻറ്റൻസുകളും അതിൻ്റെ ടെൻസ് സംബന്ധിച്ച കുറേ സ്ട്രക്ചറുകളൊക്കെ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കിനി വേണ്ടത് ഈ സെൻറ്റൻസുകളൊക്കെ നിത്യജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുക എന്നതാണ്. നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട സെൻറ്റൻസുകൾ നിങ്ങൾ ഉപയോഗിച്ച് തുടങ്ങുക. എല്ലാ സാഹചര്യങ്ങളും അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോഴൊക്കെ ഒരു സെൻറ്റൻസ് മാത്രമേ അറിയുള്ളെങ്കിൽ പോലും അത് നിങ്ങൾ എന്ത് ചെയ്യണം? ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തണം. നമ്മുടെ ആദ്യ സ്റ്റെപ്പ് കയറുക. എപ്പോഴും ഒന്നാമത്തെ സ്റ്റെപ്പ് കയറുന്നതോടെ നമുക്ക് ആത്മവിശ്വാസം കൂടും. പിന്നീട് നമുക്ക് മറ്റ് സ്റ്റെപ്പുകളിലേക്ക് കയറി പോകാം. നമ്മളൊരു കോണിപ്പടിയിലെ മുഴുവൻ സ്റ്റെപ്പുകളും നോക്കിയിട്ടല്ല കയറുക. ഒന്നോ രണ്ടോ സ്റ്റെപ്പ് നമ്മൾ മുമ്പിൽ കാണുകയുള്ളൂ. അത് കയറിക്കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും അടുത്ത രണ്ടെണ്ണം കാണും. ഇങ്ങനെ ജീവിതത്തിൽ നമ്മൾ പടിപടിയായിട്ട് മുന്നേറാം. എല്ലാവരും ഈ ക്ലാസ്സുകൾ ശ്രദ്ധിക്കുക. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലിടുക. സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് നമ്മുടെ ക്ലാസ്സുകളിലേക്ക് കടക്കാം. ഇന്ന് നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട പല സെൻറ്റൻസുകളാണ് പറയുന്നത്. ഒന്നും മാത്രമല്ല, ഒരു സംഭവവുമായി മാത്രം കണക്റ്റഡ് അല്ല, പലതരത്തിലുള്ള സെൻറ്റൻസുകൾ. നമ്മൾ ബസ് സ്റ്റോപ്പിൽ പലപ്പോഴും നിൽക്കുമ്പം ഇന്ന് ബസ് ഒന്നുമില്ലേ എന്നൊരു ചോദ്യം ചോദിക്കാറുണ്ട്. ബസ് കുറേ നേരമായിട്ട് വരുന്നില്ല. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചോദിക്കുക? ഇന്ന് ബസ് ഒന്നുമില്ലേ? ഈസ് ഇൻ ദെയർ എനി ബസ് അവൈലബിൾ ടുഡേ? ഈസ് ഇൻ ദെയർ എനി ബസ് അവൈലബിൾ ടുഡേ? ഈസ് ദെയർ നോ ബസ് അവൈലബിൾ ടുഡേ? അങ്ങനെയും പറയാം. അപ്പോൾ നോക്കാം. ഈസ് ഇൻ ദെയർ എനി ബസ് അവൈലബിൾ ടുഡേ? ഇന്ന് ബസ്സുകളൊന്നുമില്ലേ? ഈസ് ദെയർ നോ ബസ് ടുഡേ? ഈസ് ദെയർ നോ ബസ് ടുഡേ? ഇന്ന് ബസ് ഒന്നുമില്ലേ? അപ്പോൾ ഈ രണ്ട് രീതികളിൽ പറയാം. ഈസ് ഇൻ ദെയർ എനി ബസ് അവൈലബിൾ ടുഡേ ഓർ ഈസ് ദെയർ നോ ബസ് അവൈലബിൾ ടുഡേ? ഈസ് ദെയർ നോ ബസ് ടുഡേ? ഈസ് ദെയർ നോ ബസ് ടുഡേ? ഇന്ന് ബസ്സില്ലേ? അങ്ങനെയൊക്കെ നമുക്കാവാം. അപ്പോൾ ഈ അവൈലബിൾ എന്ന വാക്കൊക്കെ ലഭ്യമാണോ? ഇന്ന് ബസ് അല്ലെങ്കിൽ ട്രെയിൻ ആണെങ്കിലും നമ്മളിങ്ങനെ പറയാം അല്ലേ? അപ്പോൾ അങ്ങനെ നമുക്ക് പറയാം. ഈസ് ഇൻ ദെയർ എനി ബസ് അവൈലബിൾ ടുഡേ ഓർ ഈസ് ദെയർ നോ ബസ് അവൈലബിൾ ടുഡേ? ഈസ് ദെയർ നോ ബസ് ടുഡേ? ഇന്ന് ബസ്സില്ലേ? എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. അപ്പോൾ 2-3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. അപ്പോൾ എനിക്കറിയില്ല എന്നാണ് ആദ്യം പറയേണ്ടത്. നോക്കാം. ഐ ഡോണ്ട് നോ. എനിക്കറിയില്ല. നിങ്ങൾക്ക് എപ്പോഴും അറിയുന്നത് എന്ത് പറയണമെന്ന്. ഐ ഡോണ്ട് നോ വാട്ട് ടു സേ. ഐ ഡോണ്ട് നോ വാട്ട് ടു സേ. എനിക്ക് എന്ത് പറയണമെന്ന് അറിയില്ല. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എന്ത് എഴുതണമെന്ന് എനിക്കറിയില്ല. ഐ ഡോണ്ട് നോ വാട്ട് ടു റൈറ്റ്. ശരിയല്ലേ? അപ്പോൾ എവിടെ പോകണമെന്ന് എനിക്കറിയില്ല എന്നിങ്ങനെ പറയും. ഐ ഡോണ്ട് നോ വേർ ടു ഗോ. ഐ ഡോണ്ട് നോ വേർ ടു ഗോ. അങ്ങനെയാണ് പറയുക. എങ്ങനെ സംസാരിക്കണമെന്ന് എനിക്കറിയില്ല. എങ്ങനെ എന്നതിനെന്താ പറയുക? ഹൗ. സോ ഐ ഡോണ്ട് നോ ഹൗ ടു സ്പീക്ക്. ഐ ഡോണ്ട് നോ ഹൗ ടു സ്പീക്ക്. എങ്ങനെ സംസാരിക്കണമെന്ന് എനിക്കറിയില്ല. സോ ദിസ് ടൈം യു പ്ലീസ് സ്പീക്ക്. പ്ലീസ് സ്പീക്ക് ഫോർ മീ. എനിക്ക് വേണ്ടിയിട്ട് നീ സംസാരിക്കുക. This time, you please manage. You please manage it. I don't know how to speak and please manage the speech this time for me. ആ പ്രസംഗം എനിക്ക് വേണ്ടിയിട്ട്. Do deliver a lecture for me please. അപ്പോൾ അങ്ങനെയൊക്കെ ആവാം. മറ്റൊന്ന് നമ്മൾ പലപ്പോഴും പറയുന്ന കാര്യമാണ്. ഞാൻ എൻ്റെ ഭക്ഷണം എടുക്കാൻ മറന്നുപോയി. ഞാൻ എൻ്റെ ലഞ്ച് ബോക്സ് മറന്നു. അപ്പം ഞാൻ നോക്ക്. മറന്നു എന്നുള്ള വാക്ക് നോക്കുക. ഫൊർഗോട്ട്. മറക്കുക എന്നാണെങ്കിൽ നമ്മൾ ഫോർഗെറ്റ് എന്നാണ് പറയില്ലേ? അപ്പോൾ ഐ ഫോർഗോട്ട്. അപ്പോൾ ഞാൻ മറന്നു എന്നിവിടെ ഒരു വെർബ് വന്നു കഴിഞ്ഞു. ഇനി നമുക്ക് എടുക്കുക എന്നൊരു വെർബും കൂടെ വേണം. അപ്പോൾ നോക്കുക. അങ്ങനെ വരുമ്പോൾ നിങ്ങളിവിടെ ടു എന്ന് ചേർക്കുക. ടു എന്നിട്ട് എന്ത് ചെയ്യുക? എടുക്കുക എന്നുള്ള വാക്ക് ചേർക്കുക. ടേക്ക്. ഐ ഫോർഗോട്ട് ടു ടേക്ക്. ഐ ഫോർഗോട്ട് ടു ടേക്ക് ദ ലഞ്ച് ബോക്സ്. ഐ ഫോർഗോട്ട് ടു ടേക്ക് ദ ലഞ്ച് ബോക്സ്. ഐ ഫോർഗോട്ട് ടു ടേക്ക് ദ ലഞ്ച് ബോക്സ്. ഇങ്ങനെ സാവകാശം പറയുന്നിട്ട് സ്പീഡ് കൂട്ടുക. നിങ്ങളുടെ മലയാളത്തിൽ നിങ്ങൾക്ക് എത്ര സ്പീഡുണ്ടോ അത്ര സ്പീഡിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുള്ളൂ. സാവധാനം സംസാരിക്കുന്നവർ ആ രൂപത്തിൽ മതി. ഐ ഫോർഗോട്ട് ടു ടേക്ക് ദ ലഞ്ച് ബോക്സ്. അപ്പോൾ ചിലപ്പോൾ ചിലർ ഡസൻറ്റ് മാറ്റർ, ഡോണ്ട് വറി, വി ക്യാൻ ഷെയർ ദ ഫുഡ്. നമുക്ക് ഷെയർ ചെയ്യാം ഫുഡ്. ഐ ആം റെഡി ടു ഷെയർ മൈ ഫുഡ് വിത്ത് യു. നിൻ്റെ ഒപ്പം ഫുഡ് ഷെയർ ചെയ്യാൻ ഞാൻ റെഡിയാണ്. ഐ ആം റെഡി, നോ പ്രോബ്ലം. അങ്ങനെ നമുക്ക് പറയാൻ പറ്റും. ഇനി നമുക്ക് വേറെ ഒരു കാര്യമുണ്ട്. ട്രെയിനുകളൊക്കെ ഏതൊക്കെ വഴിക്കാണ് പോകുന്നത്?
മംഗലാപുരം വഴിയാണോ, കോട്ടയം വഴിയാണോ, ആലപ്പുഴ വഴിയാണോ? ഇപ്പോൾ ലോക്കൽ, അതായത് റിസർവേഷനൊക്കെ എടുക്കാതെ ലോക്കൽ കമ്പാർട്ട്മെൻറ്റിലൊക്കെ യാത്ര ചെയ്യുന്ന ആൾക്കാർ ട്രെയിൻ വരുമ്പോഴേ ഇത് കോട്ടയം വഴിയാണോ പോവുക? അപ്പോൾ കോട്ടയത്ത് ആ ഭാഗത്തേക്കാണ് പോകേണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആൾക്കാർ അറിയേണ്ടി വരും. അപ്പം നമ്മളെങ്ങനെ പറയാം? പല രീതിയിൽ പറയാം. സ്ഥിരമായിട്ട് പോകുന്ന ട്രെയിനുകളാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രസൻറ്റ് ചോദിച്ചാൽ മതി. ഡാസ് ദിസ് ട്രെയിൻ ഗോ വയ? വഴി എന്നതിന് നോക്കുക, ഇതാണ് വാക്ക് വയ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഡാസ് ദിസ് ട്രെയിൻ ഗോ വയ കോട്ടയം? ഡാസ് ദിസ് ട്രെയിൻ, എക്സ്ക്യൂസ് മീ, ഡാസ് ദിസ് ട്രെയിൻ ഗോ വയ കോട്ടയം? ഡാസ് ദിസ് ട്രെയിൻ ഗോ വയ കോട്ടയം? ഇനി നമുക്കിത് പ്രസൻറ്റ് കണ്ടിന്യൂസിൽ ചോദിക്കാം. ഈസ് ദിസ് ട്രെയിൻ ഗോയിങ് വയ കോട്ടയം? സോ ഈസ് ട്രെയിൻ, ഈസ് ദിസ് ട്രെയിൻ എന്ന് പറയണമെന്നൊന്നുമില്ല, ഈസ് ദ ട്രെയിൻ എന്നും നിങ്ങൾക്ക് പറയാം. ഈ ദിസ് എന്നുള്ളതിന് ഒരു ദാ ചേർക്കാം. അപ്പോഴും ആ ട്രെയിൻ തന്നെ ഈ ട്രെയിൻ എന്ന് നമ്മൾ പറയുന്നു. സോ ഈസ് ട്രെയിൻ ഗോയിങ് വയ കോട്ടയം? എക്സ്ക്യൂസ് മീ, യെസ് എന്താ പറയാനുള്ളതെന്നുള്ള രീതിയിൽ അയാൾ യെസ് എന്ന് പറഞ്ഞു. സോ ഈസ് ദ ട്രെയിൻ ഗോയിങ് വയ കോട്ടയം? യെസ് ഐ ആം ഓൾസോ ഗോയിങ് ടു കോട്ടയം. യെസ് ഗരിൻ, ഐ ആം ഓൾസോ ഗോയിങ് ടു കോട്ടയം. And the train may be packed. It doesn't matter. കുഴപ്പമില്ല, തന്നോട്ടിപ്പോഴത്തെ സാധാരണ ടിക്കറ്റേ ഉള്ളൂ. അപ്പോൾ പിന്നെ നമ്മൾ അങ്ങനെ ചെയ്യും. ഇനി നമുക്ക് നോക്കാം, ആർക്ക് ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയും? ആർക്ക്? അപ്പോൾ ആര് എന്നുള്ള വാക്ക് എന്താണ്? ഹൂ എന്നാണ് അല്ലേ? കഴിയുക എന്നുള്ള വാക്കെന്താണ്? ക്യാൻ. സോ ഹൂ ക്യാൻ? പരിഹരിക്കുക എന്നുള്ള എന്താ വാക്ക്? സോൾവ്. സോ ഹൂ ക്യാൻ സോൾവ് ഈ പ്രശ്നം? Who can solve this problem? ഇപ്പോൾ ക്ലാസ്സിലൊക്കെ ചിലപ്പം മാത്സ് ചെയ്യുന്ന അതിന് പ്രോബ്ലം എന്നും നമ്മൾ പറയും. നമ്മുടെ ജീവിതത്തിലെ ഇഷ്യൂസിന് നമ്മൾ പ്രോബ്ലം എന്ന് പറയും. ക്ലാസ് മാത്സ് ടീച്ചറാണ് പറയുന്നതെങ്കിൽ അത് മാത്സിലെ ഏതെങ്കിലും ഒരു കണക്കായിരിക്കും. സോ ഹു ക്യാൻ സോൾവ് ദിസ് പ്രോബ്ലം? അപ്പോൾ ഒരു കുട്ടിയും ഐ ക്യാൻ എന്ന് പറയില്ല. മാം ഐ വിൽ ട്രൈ, കുറച്ച് വിനയത്തോടെ പറയും. മാം ഇഫ് യു ഡോണ്ട് മൈൻഡ്, വിരോധമില്ലെങ്കിൽ ഐ വിൽ try to solve it. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക? പഠിച്ചെടുക്കുക. അങ്ങനെ ഓരോ ദിവസവും പുതിയ സെൻറ്റൻസുകളും ചോദ്യങ്ങളും നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നാൽ കുറേ കഴിയുമ്പോൾ നമ്മുടെ ബ്രെയിനിലേക്ക് അനവധി ഇംഗ്ലീഷ് സ്റ്റേറ്റ്മെൻറ്റുകളും കുറേയധികം സംഭവങ്ങളും നമുക്ക് ഓർത്തു വെക്കാൻ കഴിയും. നമുക്ക് ക്രമേണ പഠിച്ചെടുക്കാൻ കഴിയും. നമ്മൾ സ്കൂളുകളിൽ പോയി ഇംഗ്ലീഷ് പഠിച്ച് പിന്നീട് ഹയർ സെക്കൻഡറി പോയി ഡിഗ്രിക്ക് ചെല്ലുമ്പോഴത്തേക്ക് നമ്മൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ എന്നോ ഫങ്ഷണൽ ഇംഗ്ലീഷോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഇംഗ്ലീഷിലൊക്കെ ബിരുദാനന്തര ബിരുദമൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയും, സ്വാഭാവികം. അല്ലാതെ ഒരു സാധാരണക്കാരൻ ഇംഗ്ലീഷ് പഠിക്കാൻ നമ്മൾ ഇത്തരം നിത്യജീവിതവുമായി കണക്റ്റഡായ ഒരുപാട് കാര്യങ്ങൾ ഓർത്ത് വെക്കുക, നമ്മളത് പ്രയോഗിക്കുക, പഠിച്ചു വെച്ചിട്ട് കാര്യമില്ല. നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ ഇതേപോലെ നമ്മൾ വീട്ടിലാണെങ്കിൽ നമുക്ക് ചോദിക്കാം, ആർക്ക് ഈ പ്രശ്നം? അപ്പോൾ ഈ കണക്കിലെ പ്രശ്നമാവണമെന്നില്ല, എന്ത് പ്രശ്നമാണെങ്കിലും ഹു ക്യാൻ സോൾവ് ദിസ് പ്രോബ്ലം? ഈ പ്രശ്നം ആർക്ക് പരിഹരിക്കാൻ കഴിയും? ഹു ക്യാൻ സോൾവ് ഇറ്റ്? അപ്പോൾ അങ്ങനെ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുമെന്ന് തോന്നുന്നു. വീണ്ടും നമുക്ക് അടുത്ത ഒരു സെഗ്മെൻറ്റുമായി കാണാം. ഓക്കെ, താങ്ക് യു.